السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. عن عطية السعدي رضي الله عنه أن النبي صلى الله عليه وسلم قال: إن الغضب من الشيطان وإن الشيطان خلق من النار وإنما تطفأ النار بالماء ഫൈദാ ഗളിബ അഹദുക്കും ഫല്യതവല്ല. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. കോപം പൈശാചികമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് മനുഷ്യനല്ലാതെയായി മാറും. ആ ഘട്ടം തരണം ചെയ്യാൻ മനുഷ്യനാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആർക്കും എപ്പോഴും എവിടെയൊന്നും ഉണ്ടാവും. ഇത് പിന്നെയാണ് തണുക്കുക വേണ്ടിയിരുന്നില്ല അങ്ങനെ ഇങ്ങനെ എന്നുള്ളത്. സ്ഥലവും സന്ദർഭവും നോക്കാതെ പെരുമാറുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യനിൽ ഉള്ളൊരു ബോധ മനസ്സുണ്ട്. ആ ബോധ മനസ്സ് നഷ്ടപ്പെടുമ്പോഴാണ്, അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് പലപ്പോഴും ഈ ജാതിയുള്ള ശൈത്വാനിയത്ത് പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് വന്നു കഴിഞ്ഞാൽ പറയാൻ പാടില്ലാത്തതൊക്കെ പറയുകയും ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്യുകയും ചെയ്യും. ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിക്ക് നൽകിയ വളരെ ചെറിയൊരു ഉപദേശം അതിഗംഭീരമാണ്. അല്ലാഹുവിന്റെ റസൂലെ എന്നെ ഉപദേശിക്കണം, അതാണ് ആകെ ചോദ്യം. ഉത്തരം എന്താ? ലാ തഗ്ളബ. അതങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു. ഒരു കോപം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഗംഭീരമായ കാര്യം തന്നെയാണ്. ഇത്തരം സമയത്ത് ഇത്തരം അവസ്ഥയിലൊക്കെ സമചിത്തതയോടുകൂടി ആ കോപ സമയം തരണം ചെയ്യാൻ ചില നിർദ്ദേശങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. അതിൽ ഒന്നാമത്തത് എന്തു ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒന്നാമത്തെ ഉത്തരം സ്വയം നിയന്ത്രിക്കുക എന്നുള്ള, ആത്മനിയന്ത്രണം കൈവരിക്കുക. അവനവനെ നിയന്ത്രിക്കുക. മറ്റൊരാൾ പറഞ്ഞിട്ട് വേണ്ട അവനവനെ നിയന്ത്രിക്കാൻ. രണ്ടാമത്തേത്, ഈ സെൽഫ് കൺട്രോൾ ഏതൊരാൾക്ക് സാധ്യമായോ പിന്നീട് അയാൾക്ക് വളരെ സ്മൂത്തായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഗളിബ അഹദുക്കും, ഏതെങ്കിലും ഒരാൾക്ക് കോപം വന്നാൽ വഹുവ ഖായിമുൻ ഐ ഇദാ അസ്വാബഹുൽ ഗളബു വഹുവ വാഖിഫുൻ, അയാൾ നിൽക്കുന്ന സന്ദർഭത്തിലാണ് അയാൾക്ക് കോപം വരുന്നത് എങ്കിൽ ഫല്യജ്ലിസ്, അയാൾ ഇരിക്കട്ടെ. അതോടുകൂടി അയാളുടെ കോപം പോകും. എന്നിട്ടും പോയിട്ടില്ലെങ്കിലോ ഇല്ല ഫല്യൽതജ, അയാൾ എന്ത് ചെയ്യണം? കിടക്കണം. ശരീരം അടങ്ങുന്നതോടുകൂടി തന്നെ കോപം ശമിക്കുമെന്നർത്ഥം. മൂന്നാമത്തെ പരിഹാര മാർഗമായിട്ട് പറയുന്നത്, ഏതൊരു സ്ഥലത്ത് നിന്നിട്ടാണോ കോപം ഉണ്ടായത്, ദേഷ്യം പിടിക്കുന്നത്, ആ സ്ഥലത്ത് നിന്ന് മാറുക. സ്ഥലം വിടുക നമ്മൾ പറയില്ലേ, അതല്ലെങ്കിലോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, കഴിഞ്ഞതും കഴിഞ്ഞ കാലത്തുള്ളതുമായ ഓരോ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞ് മാന്തി ചൊറിഞ്ഞ് വ്രണമാക്കും, അല്ലെങ്കിൽ നീറിപ്പോഞ്ഞത് ആളി കത്തിക്കും. അതിലെന്ത് വേണം? ഒരിടവും കൊടുക്കാത്ത രൂപത്തിലാണ് പെരുമാറുന്നത് എങ്കിൽ ആ സ്ഥലത്ത് നിന്ന്, ഇപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ വർത്തമാനം ഉണ്ടായി എങ്കിൽ ഭാര്യയോ ഭർത്താവോ ആ സ്ഥലത്ത് നിന്ന് വിട്ടുപോവുക. രണ്ട് വ്യക്തികൾ തമ്മിലാണ് എങ്കിൽ ഒരാളോട് പിരിഞ്ഞു പോവുക, പ്രശ്നം അവസാനിച്ചു. ഇനി ഒരാൾ എത്ര പറഞ്ഞാലും കുഴപ്പമില്ല, അത് അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാതെ. എന്നാൽ രണ്ടുപേരും കൂടി പറയാൻ തുടങ്ങിയാലോ, നമ്മൾ സാധാരണ ഭാഷയിൽ പറയാറില്ലേ, രണ്ട് കൈ കൊട്ടുമ്പോഴാണ് ശബ്ദം ഉണ്ടാവുക. അതൊരു കൈയായി മാറിക്കഴിഞ്ഞാൽ അപ്പൊ ശബ്ദം ഉണ്ടാവില്ല, അപ്പൊ ശബ്ദങ്ങൾ തീരണ്ടാവില്ല. അവനവനെ നിയന്ത്രിക്കാൻ കഴിയും. മറ്റൊരു മാർഗമാണ് ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് മനുഷ്യനാകണം എന്ന് പറഞ്ഞില്ലേ, ആ മനുഷ്യൻ അല്ലെങ്കിൽ പിന്നെന്താവുക? ഷൈത്വാനാകും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നൽ ഗളബ മിനശ് ശൈത്വാൻ, തീർച്ചയായും കോപം ഉണ്ടാകുന്നത് ഷൈത്വാനിൽ നിന്നാണ്. ഇന്ന ശൈത്വാൻ, തീർച്ചയായും ഷൈത്വാൻ ഖുലിക മിൻ നാർ, അവൻ സൃഷ്ടിക്കപ്പെട്ടുള്ളത് തീയിൽ നിന്നാണ്. വഇന്നമാ തുത്ഫഉൻ നാറു ബിൽ മാഇ, തീർച്ചയായും തീയിനെ കെടുത്താൻ വെള്ളത്തിനേക്കാൾ മറ്റൊന്നും ഇല്ല. അതുകൊണ്ട് ഇദാ ഗളിബ അഹദുക്കും, നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് കോപം വന്നാൽ ഫല്യതവല്ല, അവൻ ഉളു എടുത്തുകൊള്ളട്ടെ. ഉളു എടുത്താൽ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ഒന്നും എടുക്കാറുള്ള ആൾക്കാരാണ്. അതിനോടനുബന്ധിച്ചുള്ള സുന്നത്ത് എന്താ? 2 റക്അത്ത് നിസ്കാരമാണ്. എല്ലാ ഉളുവിനും എല്ലാ ബാങ്കിനും എല്ലാ സമയത്തും പള്ളിയിൽ കയറിയാലും ഒക്കെ ഇങ്ങനെ ആ 2 റക്അത്ത് നിസ്കരിക്കുന്നതോടുകൂടി തന്നെ ഏകദേശം അയാളുടെ കോപമൊക്കെ മാറിപ്പോകും. എന്നിട്ടും നിൽക്കുന്നില്ലെങ്കിൽ ഉലമാക്കൾ പറയാം, അവൻ ഖുർആൻ എടുത്തിട്ട് 10 ആയത്തോതട്ടെ, അവന്റെ പ്രയാസങ്ങളൊക്കെ മാറിക്കോട്ടെ. അതിനവർ തെളിവ് പറയുന്നത് വെച്ചാൽ പരിശുദ്ധ ഖുർആനിലെ 10ാമത്തെ സൂറത്തുണ്ട്, സൂറത്ത് യൂനുസിലെ 57ാമത്തെ ആയത്ത്. മുസ്ലിം ഉമ്മത്തിനൊക്കെ പരിചയമുള്ള ഒരു ഭാഗമാണ്. ഷിഫാഉൽ ലിമാ ഫി സുദൂർ. ഖുർആൻ എന്ന് പറഞ്ഞാൽ മനസ്സിനുള്ള ഏറ്റവും നല്ല ലേപനാണെന്ന് പറഞ്ഞു. അയാളുടെ ദേഷ്യം പോകും, കോപം പോകും, പടച്ചവനെ പറ്റി ഓർമ്മ ഉണ്ടാവും,
മറ്റെല്ലാവിധ ദുന്യവിയായ കാര്യങ്ങളിൽ നിന്ന് മാറിയിട്ട് ഉഖ്റവിയായ ആത്മീയമായ ചൈതന്യം അയാളിൽ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും അയാളുടെ കോപം പോയി പോകും. അതുകൊണ്ട് കോപം വരുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും നാം ഓരോരുത്തരും, ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും മാത്രമല്ല ബാക്കിയുള്ളവരൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല മനുഷ്യനായി മാറാൻ കഴിയും. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. കോപം വരുമ്പോൾ അനിയന്ത്രിതമായ വാക്കും പ്രവൃത്തിയും വന്നു പോകാതിരിക്കാനുള്ള ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹു ഇരു ലോകത്തും പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രായാധിക്യമുള്ളവരുമായ ആളുകൾ, രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ മുത്തഖീകളായി തുടരാനും ആ തഖ്വ കൈമോശം വരാതെ സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ, റിസ്ഖിന്റെ, മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലികളും സിദ്ദീഖുകളും ഷഹദാക്കളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമുക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, കൂട്ടുകുടുംബങ്ങൾക്ക്, സന്താന പരമ്പരകൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.